പ്രധാനമന്ത്രിക്കെതിരായ കൊലവിളി വീഡിയോയിൽ പരാതിയുമായി യുവമോർച്ച രംഗത്ത്. അപകീർത്തി പരാമർശത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി PS ശ്രീജേഷ്. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രിക്കെതിരായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, വെള്ളിയാഴ്ചയ്ക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കും എന്ന രീതിയിൽ മലയാളത്തിൽ ഒരാൾ കൊലവിളി മുഴക്കുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഏത് രീതിയിലുള്ള നടപടി വേണം എന്നാണ് യുവമോർച്ച പരാതിക്കകത്ത് ആവശ്യപ്പെടുന്നത്? ഗൗതം, ഈ വീഡിയോയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. ഈ വീഡിയോ ഇട്ട വ്യക്തി ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നും തന്നെയില്ല. പേരോ അല്ലെങ്കിൽ മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യുവമോർച്ച ഒരു പരാതി നൽകിയിരിക്കുകയാണ്. എറണാകുളം യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള PS ശ്രീജേഷ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയും അതോടൊപ്പം തന്നെ IT ആക്ട് പ്രകാരവും കേസെടുത്തുകൊണ്ടുള്ള നടപടികൾ പോലീസ് ആരംഭിക്കണമെന്നുള്ളതാണ് ശ്രീജേഷിന്റെ പരാതിയിൽ പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം പ്രധാനമന്ത്രിയുടെ തല അറുക്കുമെന്നുള്ള തരത്തിലാണ് ഈ വീഡിയോയിൽ പരാമർശം ഉള്ളത്. അതും അസഭ്യത്തോടുകൂടിയുള്ള പരാമർശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അത്തരത്തിൽ മുഴുവനും ബീപ് ശബ്ദം ഇടേണ്ട ഒരു സാഹചര്യമുണ്ട്. മുഴുവൻ ഭീഷണി സ്വരത്തിലുള്ള ഒരു പരാമർശങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ വ്യാപകമായിട്ട് ഫേസ്ബുക്കിലാണെങ്കിലും സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പ്രചരിക്കാൻ തുടങ്ങിയത്. ആരാണ് ഇട്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ, സ്വമേധയാ നടപടി സ്വീകരിക്കാനായിട്ട് അധികൃതർ തയ്യാറായിട്ടുമില്ല. ഈ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും തന്നെയാണ് യുവമോർച്ച ഒരു പരാതി, രേഖാമൂലം തന്നെ പരാതി നൽകിയിരിക്കുന്നത്. FIR എടുത്തുകൊണ്ട് കർശന നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യം. സാധാരണ രീതിയിൽ പ്രധാന സേവകനെതിരെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള വധഭീഷണി മുഴക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പരാമർശങ്ങൾ അടങ്ങിയ വീഡിയോ ഒക്കെ തന്നെ പ്രചരിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. IB ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇത് സംബന്ധിച്ചുള്ള പരിശോധന അല്ലെങ്കിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണമൊന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ വെള്ളിയാഴ്ച ദിവസം തലവെട്ടുമെന്നൊക്കെ പറയുന്നത്, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. അന്നേ ദിവസം തലയറുക്കുമെന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വർഗീയ കലാപം സൃഷ്ടിക്കുക അല്ലെങ്കിൽ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ് ആക്ഷേപമായിട്ട് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ പരാതി. വ്യക്തമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അപകീർത്തികരമായ വീഡിയോയിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവമോർച്ചയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.